കൊടും പട്ടിണി തളർത്തിയ ഗാസയെ മൊത്തത്തിൽ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ. ഈ നീക്കത്തിനെതിരെ രാജ്യാന്തര തലത്തിലും എന്തിന് സ്വന്തം സേനയിൽ നിന്ന് പോലും വിമർശനവും എതിർപ്പും ഉയർന്നിട്ടുണ്ട്. ഇവയെല്ലാം മറികടന്നുള്ള നെതന്യാഹുവിന്റെ ഈ പദ്ധതിക്ക് പിന്നിൽ ലക്ഷ്യങ്ങൾ പലതാണ്. പലസ്തീൻ മേഖലയിൽ നിയന്ത്രണം ലക്ഷ്യമിട്ടുള്ള പദ്ധതി നടപ്പായാൽ വടക്കൻ ഗാസയിൽ നിന്ന് പലസ്തീൻകാർ തെക്കൻ ഗാസയിലേക്ക് പോകാൻ നിർബന്ധിതരാകും. ഇത് അവിടുത്തെ പ്രശ്നം കൂടുതൽ വഷളാക്കും. പല ലക്ഷ്യങ്ങളാണ് ഇസ്രയേലിനുള്ളത്. ഗാസയിൽ ഹമാസ് ദുരിതാശ്വാസ സഹായം വിതരണം ചെയ്യുന്നത് തടയുകയാണ് ഇതിൽ പ്രധാനം. ഇതുവഴി ഹമാസ് വീണ്ടും കരുത്തു നേടുമെന്ന് ഇസ്രയേൽ സംശയിക്കുന്നു. ഗാസയുടെ നിയന്ത്രണത്തിലൂടെ ലഭിക്കുന്ന മേധാവിത്വത്തിലൂന്നി ബന്ദികളെ വിട്ടുകിട്ടാൻ നിർബന്ധിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. ഗാസയുടെ 75% ഭാഗങ്ങളും ഇസ്രയേൽ പ്രതിരോധ സേനയുടെ നിയന്ത്രണത്തിലാണ്. അവശേഷിക്കുന്ന 25%-ൽ മധ്യ ഗാസയിലെ നിരവധി അഭയാർത്ഥി ക്യാമ്പുകളും ഗാസ സിറ്റിയും ഉൾപ്പെടുന്നു. അവശേഷിക്കുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നത് അപകടകരമാണെന്ന മുന്നറിയിപ്പാണ് സൈന്യം നൽകിയിരിക്കുന്നത്. എന്നാൽ സമ്പൂർണ്ണ പിടിച്ചെടുക്കൽ ഘട്ടം ഘട്ടമായിരിക്കുമെന്നതിന്റെ സൂചനയാണ് ആദ്യം ഗാസ സിറ്റി കീഴടക്കാനുള്ള നീക്കത്തിന് പിന്നിൽ. ഏകദേശം 8 ലക്ഷം ആളുകൾ താമസിക്കുന്ന ഗാസ സിറ്റിയിൽ നിന്ന് ഒഴിപ്പിക്കലിന് സൈനിക നടപടി ആവശ്യമായി വന്നേക്കാം. അതേസമയം ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായി കൈയടക്കുന്നതിനോട് സൈന്യത്തിന് വിയോജിപ്പുണ്ട്. ഈ നീക്കം ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ആശങ്കയുണ്ട്. ബന്ദികളെ തടവിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്ന പ്രദേശങ്ങളിൽ കരസേന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് അവശേഷിക്കുന്നവരുടെ ജീവൻ അപായപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് IDF നൽകുന്നത്. ബന്ദികൾക്കൊപ്പം സൈനികരുടെ ജീവനും കൂടുതൽ അപകടത്തിലാക്കുന്ന നീക്കമായിരിക്കുമെന്ന മുന്നറിയിപ്പും IDF മേധാവി നൽകിയിരുന്നു. നേരത്തെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇസ്രയേലിന്റെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ മുൻ തലവന്മാരുൾപ്പെടെ 550ഓളം പേർ ചേർന്നാണ് ട്രംപിന് തുറന്ന കത്തെഴുതിയത്. ഹമാസ് ഇനി ഒരിക്കലും ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയല്ലെന്നാണ് അനുഭവ പരിചയം മുൻനിർത്തിയുള്ള തങ്ങളുടെ വിലയിരുത്തലെന്ന് ഉദ്യോഗസ്ഥർ കത്തിൽ പറയുന്നു. ബലപ്രയോഗത്തിലൂടെ സാധിക്കുമായിരുന്ന 2 യുദ്ധലക്ഷ്യങ്ങളും ഇസ്രയേൽ സൈന്യം കൈവരിച്ചു. ഹമാസിന്റെ സൈനിക ശേഷി ഉന്മൂലനം ചെയ്യുകയും ഭരണ സംവിധാനം തകർക്കുകയും ചെയ്തു. ബന്ദികളെ മടക്കിക്കൊണ്ടുവരിക എന്ന സുപ്രധാനമായ 3ാം ലക്ഷ്യം കരാറിലൂടെയേ നേടാൻ കഴിയൂ. ശേഷിക്കുന്ന ഹമാസുകാരെ വേട്ടയാടുന്നത് അതിനുശേഷവും തുടരാമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഗാസയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കുമെങ്കിലും അവിടം ഭരിക്കാൻ ഇസ്രായേലിന് ഉദ്ദേശമില്ല. പകരം സൗഹൃദ രാജ്യങ്ങളായ അറബ് രാജ്യങ്ങൾക്ക് ഭരണം കൈമാറുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഏത് രാജ്യത്തിനാണ് എന്നതിൽ വ്യക്തതയില്ല. ഓഗസ്റ്റ് 7-ന് രാത്രി മുഴുവൻ നീണ്ടുനിന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിലാണ് ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത്. ഇതിനു മുന്നോടിയായി നെതന്യാഹു തന്റെ ദീർഘകാല ലക്ഷ്യം വ്യക്തമാക്കുകയുണ്ടായി. ആദ്യം ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഇസ്രയേൽ ഏറ്റെടുക്കും. പിന്നീട് ഹമാസിനെ എതിർക്കുന്ന സൗഹൃദ അറബ് സേനകൾക്ക് ഭരണം കൈമാറുമെന്നതാണ് ഈ പദ്ധതി. ഗാസയിൽ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്നും പലസ്തീൻ അതോറിറ്റിക്ക് അതിൽ പങ്കുണ്ടാകില്ലെന്നും നെതന്യാഹു പറഞ്ഞുവെക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ 5 ഉപാധികളും ഇസ്രയേൽ മുന്നോട്ട് വെച്ചു. ഹമാസിനെ നിരായുധീകരിക്കുക, ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുക, ഗാസയുടെ സൈനികവൽക്കരണം ഇല്ലാതാക്കുക, ഇസ്രായേൽ സുരക്ഷാ നിയന്ത്രണം ഉറപ്പാക്കുക, ഹമാസോ അതോറിറ്റിയോ ഇല്ലാത്തൊരു ഭരണകൂടം സ്ഥാപിക്കുക എന്നിവയാണ് ഉപാധികൾ. ഈ നീക്കം ഗസയിലെ ഹമാസ് ഭരണം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ്. എന്നാൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടു തന്നെ അറിയണം. ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം മേഖലയിലെ സംഘർഷങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം.
ഹമാസ്, ബന്ദികളുടെ കുടുംബങ്ങൾ, ഇസ്രയേലിന്റെ സൈനിക നേതൃത്വം, അറബ് രാജ്യങ്ങൾ എന്നിവരുടെ എതിർപ്പുകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ പദ്ധതികൾ നടപ്പാക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഇത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്കും വലിയ തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്.